പ്രൈസ് ലോർഡ്. കഴിഞ്ഞ ജൂൺ 30 വളരെ വേദനയോടെയാണ് നാം എല്ലാം ആ വാർത്ത കേൾക്കുന്നത്. വളരെയധികം ഹൃദയവേദനയോടെ. സാധാരണ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൽ നിന്നൊക്കെ ഒത്തിരി വേദന നൽകിയൊരു അപകടമായിരുന്നു പൂനായിൽ ബുഷി ഡാമിൻ്റെ സമീപത്ത് നടന്നത്. പിക്നിക്കിനായി കടന്നുപോയ ഒരു കുടുംബം വെള്ളപ്പാച്ചിൽ വന്നപ്പോൾ അവരൊരു പാറയുടെ മുകളിൽ കയറി നിൽക്കുകയും എന്നാൽ അധികമായി വെള്ളം വന്ന് അവർക്ക് അവിടെ നിൽക്കാൻ വയ്യാത്ത രീതിയിൽ അവരെ ആ വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് തട്ടി ഒഴുക്കിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ച അനേകർ അവിടെ നിന്ന് അത് കാണുന്നുണ്ടായിരുന്നു. എന്നെ വേദനിപ്പിച്ച വിഷയം, ആർക്കും അവരെ സഹായിക്കാൻ കഴിഞ്ഞില്ല. വെള്ളപ്പാച്ചിൽ അത്ര ഭയങ്കരമായിരുന്നു. അനേകർ നോക്കി നിൽക്കുന്നുണ്ട്, പക്ഷെങ്കിൽ അവിടെ യാതൊരു മുൻകരുതലുകളും ഇല്ലായിരുന്നു. അവിടെ ഒന്നും ചെയ്യുവാൻ അവർക്കൊരു മാർഗവുമില്ലായിരുന്നു. ആർക്കും രക്ഷിക്കാൻ കഴിഞ്ഞില്ല അവരെ. അനേകരെ സാക്ഷി നിർത്തി അവരെ വെള്ളത്തിൽ ഒലിച്ചുപോയി. ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. അവരെ സഹായിക്കാമായിരുന്നു നമുക്ക് മുൻകരുതലുകൾ ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷെങ്കിൽ അതിന് സാധിച്ചില്ല. അപ്പോൾ ആ ഒരു കുടുംബം അനേക സമയം വെള്ളത്തിന് നടുക്ക് നിന്നിട്ട് ഒലിച്ചു പോകുന്നു. ചിലരെല്ലാം മരത്തിൻ്റെ കൊമ്പുകളും ശിലകളും എല്ലാം വെട്ടിക്കൊണ്ട് വരുന്നുണ്ട്, പക്ഷേ അതൊന്നും ഉപയോഗപ്പെട്ടില്ല. ആ കുടുംബം മലവെള്ളപ്പാച്ചിലിൽ ഡാം കവിഞ്ഞൊഴുകി വരുന്ന വെള്ളത്തിൽ ഒലിച്ചു പോവുകയാണ് ഉണ്ടായത്. ഇത് നമ്മളെല്ലാം ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിൽ അനേകർക്ക് അവരെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മരത്തിൻ്റെ കൊമ്പുമെല്ലാം വെട്ടിക്കൊണ്ട് വന്നത്. പക്ഷെ സാധിച്ചില്ല. അവരെ രക്ഷിക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞില്ല. അവിടെ കരയ്ക്ക് നിന്ന എല്ലാ ജനങ്ങളും ഇവരെ സ്നേഹിച്ചു, പക്ഷേ ആ സ്നേഹത്തിന് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, സ്നേഹത്തിന് രക്ഷിക്കാൻ കഴിയുന്ന ശക്തി ഉണ്ടാവണം. സ്നേഹത്തിന് ശക്തി ഉണ്ടാവണം. ഒരാൾ വിശന്ന് വന്നിരിക്കുന്നു, നമുക്ക് അദ്ദേഹത്തെ കണ്ട് സഹതാപം തോന്നി, സ്നേഹം തോന്നി, പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശപ്പ് മാറ്റാൻ നമ്മുടെ കൈവശം ഒന്നുമില്ലെങ്കിൽ ആ സ്നേഹം കൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ സ്നേഹത്തിന് ഒരു ശക്തി ഉണ്ടാവണം എന്നാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. നമ്മുടെ സ്നേഹം ശക്തിയുള്ളതായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിൽ എഴുതുമ്പോൾ അതിൻ്റെ 2-ാമത്തെ ലേഖനത്തിൽ 1-ാം അധ്യായം 7-ാം വചനത്തിൽ പൗലോസ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ. അപ്പോൾ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആത്മാവ് ശക്തിയുടേതാണ്, സ്നേഹത്തിൻ്റേതാണ്, സുബോധത്തിൻ്റേതാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ ഇങ്ങനെ പറയുന്നു, 1-ാം അധ്യായത്തിൽ 28-ാം വചനത്തിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായിത്തീരും. അപ്പോൾ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് ശക്തി ലഭിക്കും. നമുക്ക് ശക്തി ആവശ്യമാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് സ്നേഹം മാത്രമല്ല, സ്നേഹത്തോടു കൂടി വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ ശക്തി ഉണ്ടായിരിക്കണം. ഓരോ വ്യക്തികളും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, സ്നേഹത്തോടുകൂടി ശക്തി വ്യാപരിക്കണം. സ്നേഹമുണ്ടാവണം, ശക്തി ഉണ്ടാവണം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് ശക്തി അത്യന്താപേക്ഷിതമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആയിരിക്കണം അത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നാം പ്രാപിച്ചിരിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം വാർത്തകൾ കണ്ടു, KPCC പ്രസിഡന്റ് സുധാകരൻ്റെ വീട്ടിൽ ആരോ കൂടോത്തരം ചെയ്തു. അദ്ദേഹത്തിന് രോഗമുണ്ടായി, അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് മാറി. അതെ, കൂടോത്തരം ചെയ്യുന്ന ആൾക്കാരുണ്ട്, അനേകരുണ്ട്. നമുക്ക് ദൈവിക ശക്തി ഇല്ലെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലെങ്കിൽ, കൂടോത്തരവും മന്ത്രവുമെല്ലാം നമ്മുടെ മേൽ പണി ചെയ്യും. ശക്തി ഉണ്ടെങ്കിൽ കൂടോത്തരം നിൽക്കത്തില്ല. ആമേൻ. അതിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നാം പ്രാപിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കുന്നതിന് നമ്മുടെ കുടുംബത്തിൽ ആരാധന ഉണ്ടാകണം, പ്രാർത്ഥന ഉണ്ടാവണം, സഭയിൽ ആരാധന ഉണ്ടാവണം, സഭയിൽ പ്രാർത്ഥന നടക്കണം. ദേശത്ത് അനുഗ്രഹം വരണമെങ്കിൽ
നാം ശക്തി പ്രാപിക്കണം. ശക്തി പ്രാപിക്കണമെങ്കിൽ ആരാധന ഉണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവണം. സഭയിൽ പ്രാർത്ഥന നടക്കട്ടെ, സഭകളെല്ലാം ഉണരട്ടെ, പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ഉണരട്ടെ, ദേശം ഉണരട്ടെ, ഓരോ കുടുംബങ്ങളും പ്രാർത്ഥനാത്മാവിനാൽ നിറയട്ടെ. അപ്പോൾ ദേശത്തിന് ഐശ്വര്യം ഉണ്ടാവും, ദേശത്തിന് സമാധാനം ഉണ്ടാവും. സ്തോത്രം. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ എല്ലാ വീടുകളിലും പ്രാർത്ഥന നടക്കുന്നത്, സന്ധ്യയാകുന്ന സമയത്ത് പ്രാർത്ഥന നടക്കുന്ന ഒരു കാഴ്ച കണ്ടാണ് വളർന്നത്. അനേക ആൾക്കാർ പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു. അന്ന് ദേശത്തിന് അനുഗ്രഹമായിരുന്നു. പ്രാർത്ഥനയില്ലാത്ത ഈ കാലഘട്ടം, ആത്മാവിൻ്റെ ശക്തി ഇല്ലാത്ത ഈ കാലഘട്ടം വലിയ അപകടങ്ങൾക്കും വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി തീരുകയാണ്. അതുകൊണ്ട് വചനം പറയുന്ന പോലെ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ശക്തി നമുക്കുണ്ടാവണം. നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നിട്ട് നിങ്ങൾ ശക്തി ലഭിക്കും, സാക്ഷിയായി മാറും. സ്തോത്രം. അതെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആത്മാവ് ശക്തിയുടെയും സ്നേഹത്തിൻ്റെതുമാണ്. ഇതിൻ്റെ ഒരു രണ്ടാം വശമുണ്ട്. സ്നേഹമില്ലെങ്കിൽ ശക്തി അപകടം നിറഞ്ഞതാണ്. സ്നേഹമില്ലാത്ത ശക്തി ഉണ്ടാവാൻ പാടില്ല. അത് മനുഷ്യനെ ക്രൂരതയിലേക്ക് നടത്തും. അപ്പം സ്നേഹത്തോടു കൂടി ശക്തി ഉണ്ടാവണം, ശക്തിയോടുകൂടി സ്നേഹം ഉണ്ടാവണം. ഈ ശക്തിയോടും സ്നേഹത്തോടും കൂടി നമുക്ക് സുബോധമുണ്ടാവണം. അപ്പോൾ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും, സഭയുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും, ദേശം അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം ദൈവം നിങ്ങളെ ദൈവിക ശക്തി കൊണ്ടും ദൈവിക സ്നേഹം കൊണ്ടും സുബോധം കൊണ്ടും നിറയ്ക്കട്ടെ. ഓരോ കുടുംബത്തിനും ഇന്ന് ഈ പകൽക്കാലം ദൈവം അനുഗ്രഹം നൽകട്ടെ. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവസ്നേഹം നിങ്ങളോട് എല്ലാവരോടും കൂടിയിരിക്കട്ടെ. ആമേൻ. ആമേൻ.